നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ജലജ മൂർത്തി മുത്തച്ഛന്റെ അരിയിലേക്ക് വരുവാണ്. പിന്നീട് മുത്തച്ഛനോട് പറഞ്ഞു, അമ്മ പോയത് എന്താണ് ശരിയായില്ല. അച്ഛൻ പോകാത്ത സ്ഥിതിക്ക് നയനയുടെ 3-ാം മാസ ചടങ്ങിന് അച്ഛൻ ഒരു കാരണവശാൽ അമ്മേനെ പറഞ്ഞു വിടലായിരുന്നെന്ന് പറയാണ്. അത് കേട്ടിഞ്ഞപ്പോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, നിനക്കെന്താ ജലജേ, ഞാൻ എന്തിനാ വസന്തനെ പിടിച്ചു വെക്കുന്നേ? അവൾക്ക് ഇഷ്ടമുണ്ടെ അവള് പോട്ടെ. നിനക്ക് ഇഷ്ടമുണ്ടെ നിനക്ക് പോകാൻ മേലായിരുന്നോ? അല്ല അച്ഛാ, അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ നീ വന്ന കാര്യം എന്താ വെച്ചാ പറ. അത് അബി എഹൻ ജ്വല്ലറി ജോയിൻ ചെയ്യാൻ പോലെ, അപ്പൊ അവന് വേണ്ടി ഒരു പൂജകളും കാര്യങ്ങളൊക്കെ നടത്തണമായിരുന്നു. അതിന് നടത്തേണ്ടത് ഞാൻ പറഞ്ഞോന്ന് ചോദിച്ചു. അതല്ല അച്ഛാ, ഇവിടുന്ന് ആരെന്ത് നല്ല കാര്യത്തിന് പോയാലും ഇവിടെ പൂജകളൊക്കെ നടത്തുന്നല്ലേ. അപ്പൊ പിന്നെ അബി പോകും മാത്രം എന്താ വെച്ചാ? അവന്റെ കാര്യം നിനക്ക് അറിയാവുന്നല്ലേ ജലജെ. അവൻ എന്തെങ്കിലും ഒരു കാലത്ത് നന്നാവുമോ? പൂജകളും വഴിപാടുകളും നടത്തിയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. വെറുതെ നടത്തുന്ന പൂജയൊക്കെ വേസ്റ്റ് ആവത്തുള്ളൂ. അവൻ ഇന്ന് ഇന്നലെ ഞാൻ കാണാൻ തുടങ്ങിയത്. നിന്റെ എല്ലാം മോനെന്ന് ചോദിച്ചു. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിച്ചു. ഒന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ വെറുതെ മനുഷ്യൻ മെനക്കെടുത്താതെ പോവാൻ നോക്ക്. ജലജ എങ്ങനെയെങ്കിലും മൂർത്തി മുത്തച്ഛന്റെ മനസ്സിലേക്ക് ഇച്ചിരി എരിപൊരി കയറ്റി കൊടുക്കാൻ വന്നാണ്. മുത്തച്ഛൻ പോയില്ലല്ലോ, അപ്പൊ അവരോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും പോകാത്തെന്നൊക്കെ ചിന്തിച്ചതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ജലജയുടെ ഉദ്ദേശം നടന്നില്ല. ഈ സമയം നന്ദുവിന് ആകെപ്പാടെ സങ്കടമായിരുന്നു. കാരണം താൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ് ഇടാതെ അവൻ വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു അനി. പക്ഷെ നന്ദുവിന് അറിയില്ല അത് അവന്തിക വാങ്ങിച്ചു കൊടുത്താണ്. അത് ഇടാനുള്ള സാഹചര്യം എന്താന്ന്. അവൻ പറഞ്ഞ സാരിയൊക്കെ താൻ എടുത്തു. പക്ഷെ എങ്കിൽ അവൻ തന്നെ പറ്റിച്ചു. ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. തന്നോട് അവന് ഒട്ടും ഇഷ്ടമില്ല എന്നൊരു ചിന്തയായിരുന്നു നന്ദുവിന്റെ മനസ്സിൽ. ഈ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. നന്ദുവിന് നല്ല വിഷമമായിട്ടുണ്ട്. താൻ വാങ്ങിക്കൊടുത്ത സാരി അവൾ എടുത്തോണ്ട് വന്നു. അപ്പൊ അവൾ വാങ്ങി തന്ന ഡ്രസ്സ് താൻ ഇടാത്തതിന്റെ വിഷമമുണ്ടെന്ന് തോന്നേ. തന്റെ മുഖത്തേക്ക് അവൾ ഒന്നേ നോക്കിയോളൂ. പിന്നെ നോക്കിയത് പോലും ഇല്ല. എങ്ങനെ അവളോടൊന്ന് സംസാരിക്കുന്നേ? അവളെ തനിച്ച് കിട്ടുവാണ് സംസാരിക്കായിരുന്നു. അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് സംസാരിക്കാനും പറ്റില്ലല്ലോ. ആകെപ്പാടെ വെപ്രാളപ്പെട്ട് അനി നടക്കുവാണ്. അപ്പോഴേക്കും അവന്തിയെ അങ്ങോട്ട് വന്നു. അവന്തിയെ വന്നിട്ട് അനിയോട് ചോദിച്ചു, എന്താ അനിയേട്ടാ? അനിയന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല. എന്നാ പിന്നെ ഇവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് ആ കയ്യേലേക്ക് അങ്ങോട്ട് പിടിച്ചു. കയ്യെ പിടിച്ചോണ്ട് നേരെ നയനയുടെ ആദർശിന്റെ അടുത്തേക്ക് ചെന്നു. ഈ സമയം നന്ദോടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. നയനടുത്തി ഒന്ന് നോക്കാൻ പറഞ്ഞു. എന്താ അവന്തിയെ? ഇങ്ങ് നോക്കിയേ, ഞാൻ എടുത്തു കൊടുത്ത ഡ്രസ്സാ അത്. ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ആദർശോട്, ഞാഹാ കൊള്ളാലോ, ഇവന് ചേരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞേ ഇവനോട് ഇത് ഇട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞേ. ഇത് നന്ദു കേട്ടു. നന്ദുവിന് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോഴേക്കും നയന പറഞ്ഞു, അവന്തേക്ക് നല്ല സെലക്ഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, എന്റെ സെലക്ഷനാ. ഇവൻ ആദ്യം ഒരു മടിയായിരുന്നു ഇടാനായിട്ട്. പിന്നെ ഇന്ന് ഇത് ഇവന് ഇട്ടില്ലെങ്കിൽ പിന്നെ ഇവനോട് ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞു. ഇവൻ ഇടാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ അവന്തേക്ക് തള്ളി മറിച്ചോണ്ടിരിക്കുക. ഇതൊക്കെ കേട്ടാ പിന്നെ നന്ദുവിന് സഹിക്കാൻ പറ്റുമോ? നന്ദു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. അനിയാണെങ്കിൽ തീ ചവിട്ടി പോലെ നിൽക്കുന്നേ. നന്ദുവിന്റെ കേൾക്കല ഇവളിതൊക്കെ പറയണേ. നന്ദു ഇപ്പൊ എന്ത് വിചാരിച്ച് കാണുമായിരിക്കും. ദൈവമേ, ഇനി അവളെ ഒന്ന് മയപ്പെടുത്തി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. പാപം, നല്ല സങ്കടമായിരിക്കും. അവളുടെ സ്ഥാനത്ത് തനിക്കാണെങ്കിലും വിഷമം ഉണ്ടാവും എന്നൊക്കെ ഒരു ചിന്തയുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോ നന്ദുവിനെ തനിച്ച് കിട്ടുവാണ് എനിക്ക് സംസാരിക്കാനായിട്ട്. ആ സമയം അനി പെട്ടെന്ന് നന്ദുവിന്റെ അടുത്തേക്ക് നന്ദുവിന്റെ കയ്യിലേക്ക് പിടിച്ചു. നന്ദു പെട്ടെന്ന് കൈയൊക്കെ അങ്ങ് തട്ടിമാറ്റി. അപ്പോഴേക്കും അനി പറഞ്ഞു, നന്ദുവിനോട് പിണങ്ങരുത്. എന്റെ അവസ്ഥ ഏതായി പോയി. എന്തവസ്ഥ? നീ എന്നോട് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സാരി ഉടുത്തോണ്ട് വന്നേ. അല്ലായിരുന്നു അറിയാമായിരുന്നല്ലോ ഞാൻ ഏതെങ്കിലും ജീൻസും ഒരു ടീഷർട്ടും ഇടുണ്ടായിരുന്നുള്ളൂ. നന്ദു, അതങ്ങനെയല്ല. അവന്തി എനിക്ക് ഈ ഡ്രസ്സ് എടുത്തോണ്ട് തന്നിട്ട് എന്നോട് ഇടാൻ പറഞ്ഞു. ഇട്ടില്ലെങ്കിൽ അവൾ മുത്തശ്ശിയോടും പറയൂന്ന് പറഞ്ഞു. അങ്ങനെ വന്നാ പിന്നെ അവര് ചോദിക്കും, നീ എന്താ ഡ്രസ്സ് ഇടാത്തെ? വേറെ ഡ്രസ്സ് ഇട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാ അത് ഇടാത്തെ? 100 ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഒരു പക്ഷേങ്കിൽ എന്റെ കള്ളത്തരമൊക്കെ പിടിക്കപ്പെടും. അതുകൊണ്ട് മാത്രം ഞാനിത് ഇടാത്തേന്ന് പറഞ്ഞു. നന്ദുവിന് ഭയങ്കര വിഷമമായി. നന്ദു പറഞ്ഞു, എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ ഈ കാര്യം പറയാനായിട്ട് നിന്നെ എത്ര വട്ടം വിളിച്ചാന്നറിയോ നന്ദു? പക്ഷെ ഒരു വട്ടം പോലും നീ കോൾ എടുത്തില്ല. നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പറഞ്ഞു. അത് പിന്നെ ഞാന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചേ. പിന്നെ ആൾക്കാരെല്ലാം വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അനി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, എന്നോട് ക്ഷമിക്കുക. ഈ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കുക. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്നൊക്കെ നന്ദുവിനോട് അനി ഇങ്ങനെ പറയണം. ആ സമയത്താണ് കനകയിലൂടെ വരുന്നുണ്ട്. പെട്ടെന്ന് നന്ദു പറഞ്ഞു, ദേ അമ്മ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. നീ അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. നന്ദു പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറുവാണ്.
ആ സമയത്ത് കനക വന്ന് നോക്കി. അനി അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ എങ്ങാനും നന്ദു ഉണ്ടായിരുന്നോ എന്നൊരു ചിന്ത കനകയുടെ മനസ്സിലുണ്ടായിരുന്നു. പറയാൻ പറ്റില്ല. അനിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ അനിമോനെ ഇവിടെ മാറി വന്ന് നിൽക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ നിന്നാ. എങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് വാ. എല്ലാവരും നിൽക്കുന്നിടത്തേക്ക് വരാതെ ഇവിടെ തനിച്ചു വന്ന് നിൽക്കുന്ന എന്തിനാന്നൊക്കെ ചോദിച്ചു. എന്തേലും പറയാൻ പറ്റുമോ അനിക്ക്? അനി കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. ചടങ്ങുകളൊക്കെ നടക്കുന്നിടത്തേക്ക് പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ്. 3-ാം മാസ ചടങ്ങ്. സാധാരണഗതിയിൽ എല്ലാത്തരത്തും 7-ാം മാസം 9-ാം മാസ ചടങ്ങുകളൊക്കെയാണ്. പക്ഷെ ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, 3-ാം മാസ ചടങ്ങ്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ 3-ാം മാസ ചടങ്ങ് എന്നാന്ന്. അങ്ങനെ ഒരു ചടങ്ങിനെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ. അപ്പൊ ചിലപ്പോൾ അവർക്കിടയിൽ അങ്ങനെ ഒരു ചടങ്ങ് കാണുമായിരിക്കും. എന്താണെങ്കിലും ആ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പം മുത്തശ്ശിയാണ് ആദ്യം എല്ലാത്തിനും നേതൃത്വം വഹിക്കുന്നത്. അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങി. മധുരമൊക്കെ കൊടുത്തു നയനയ്ക്ക്. ആദർശ നയനയും കൂടെ ഇരുത്തിയിട്ടായിരുന്നു. പിന്നീട് മുത്തശ്ശൻ കൊടുത്തുവിട്ട് ആ നെക്ലേഴ്സ് നയനയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. നയനയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നയന ചോദിച്ചു, മുത്തശ്ശി ഇതോ ഇത്ര വിലപിടിപ്പുള്ളോ? അതെ, മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പണി കഴിപ്പിച്ചാന്ന് പറഞ്ഞു. അതേപോലെ മുത്തശ്ശൻ പറഞ്ഞ് ഡിസൈൻ ചെയ്യിച്ചാന്നുള്ള കാര്യം മുത്തശ്ശിക്കല്ലേ അറിയുള്ളൂ. ആദർശം കൊള്ളാലോ മുത്തശ്ശി, നല്ല ഭംഗിയുണ്ട്, ഇതുപോലൊരു കളക്ഷൻ നമ്മുടെ ജ്വല്ലറി പോലും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. മുത്തശ്ശിയുടെ സെലക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഉഗ്രനാന്ന് പറഞ്ഞു. പിന്നീട് കനക വളയൊക്കെ കൊണ്ട് നയനയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തോണ്ടും കൂടെ മാറി മൂർത്തി മുത്തശ്ശനെ വീഡിയോ കോൾ വിളിക്കുകയാണ്. വീഡിയോ കോൾ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അവിടെ നടക്കുന്ന ഓരോ ചടങ്ങുകളും. നയനയുടെ മുഖത്ത് ചന്ദനം തേക്കുന്നേ, പിന്നെ അത് മാത്രമല്ല എല്ലാവരും സ്വീറ്റ്സ് കൊടുക്കുന്നേ, സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നേ എല്ലാം കാണിക്കുകയാണ്. അതുപോലെ തന്നെ ദേവേനും കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്വർണ്ണ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കുറെ ആഭരണം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശി പതുക്കെ ചോദിച്ചു, എങ്ങനെയുണ്ട്, കൊള്ളാവെന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. കാരണം മുത്തശ്ശന് അവിടെ വന്ന് കാണാനൊന്നും പറ്റില്ലല്ലോ. ഈ സമയത്ത് അനി നോക്കിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അനി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും മുത്തശ്ശി കോള് കട്ട് ചെയ്തു. ആരായിരുന്നു മുത്തശ്ശി ഫോണിൽ നിന്ന് ചോദിച്ചു. അത് പിന്നെ നിങ്ങളുടെ മുത്തശ്ശൻ. മുത്തശ്ശൻ എന്താ ഈ സമയത്ത് വിളിച്ചേ? അല്ല, ഇവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. എത്തിയോന്ന് അറിയാൻ വേണ്ടിയോ? അതെ, എനിക്കെന്തോ ഒരു ചെറിയ സംശയം തോന്നി. മുത്തശ്ശിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ എന്തോ ഒരു പന്തികളുള്ള പോലെ തോന്നി. പെട്ടെന്ന് മുത്തശ്ശി എനിക്ക് മുഖം കൊടുക്കാതെ അങ്ങോട്ട് പോവുകയാണ്. കാരണം ഇതിനു മുമ്പ് വീഡിയോ കോൾ വിളിച്ച് അനി കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊരു സന്ദേഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ചടങ്ങുകളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. തനിക്ക് അവിടെ പോകാൻ പറ്റിയില്ലെങ്കിലും ഫോണിൽ കൂടെ ആണെങ്കിലും ചടങ്ങുകളൊക്കെ കാണാൻ പറ്റിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു. ഈ സമയത്ത് നവ്യയുടെ അടുത്തേക്ക് ജലജ വന്നു. ജലജ എന്നിട്ട് പറഞ്ഞു, കിളവനുണ്ടല്ലോ, അങ്ങേർക്ക് ചടങ്ങിന് പോകാത്തതിന്റെ വിഷമം ഉണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞു. നവ്യ ചോദിച്ചു, അതെന്തമ്മ അങ്ങനെ പറഞ്ഞേ? അങ്ങേർക്ക് ഭയങ്കര സങ്കടം. ഞാൻ അബിയെ കുറിച്ച് പറയാൻ വേണ്ടി ചെന്നാ. ഇനി അബി കമ്പനി ജോയിൻ ചെയ്യാൻ പോലെ ജ്വല്ലറിയിൽ ആ സമയത്ത് പൂജകളും കാര്യങ്ങളൊക്കെ നടത്തിയതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അങ്ങേർക്കപ്പം ഭയങ്കര ജാട, എന്ത് ചെയ്യാൻ പറ്റും? ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, എന്തിനമ്മ അതൊക്കെ ചോദിക്കാൻ പോയത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എൻ്റെ മോളെ, ബാക്കി എന്തിനും ഏതിനും ഇവിടെ ചടങ്ങ് നടത്തുന്നതല്ലേ, പിന്നെ അബിക്ക് നല്ലൊരു കാര്യം വരുമ്പോ ചടങ്ങുകളൊക്കെ നടത്തണ്ടേന്ന് ചോദിച്ചു. വേണ്ട അമ്മ, ഇതിന്റെ പേരും പറഞ്ഞിന് മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് തന്നെ പൂജകളൊക്കെ നടത്തിയാൽ മതി എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയാണ്. ജലജ പറഞ്ഞു, അങ്ങേർക്ക് പോവാത്തൻ്റെ ആന്ന് തോന്നേ, അങ്ങേർക്ക് നല്ല സങ്കടമുണ്ട് നയനയുടെ ചടങ്ങിന് പോത്തേണ്ടെന്ന് പറഞ്ഞു. സാരമില്ല, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, അമ്മ ഇനിയിപ്പോൾ കൂടുതൽ എന്തിനും പറയാൻ പോകണ്ടെന്നൊക്കെ നവ്യ പറഞ്ഞു. ഈ സമയം ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങോട്ട് പോയി കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നു ഒക്കത്തിന്റെ അഹങ്കാരം അങ്ങ് തീർന്നു കിട്ടിയാനും. ഇപ്പൊ ഈ അഹങ്കാരം കാണിക്കുന്നതിനൊക്കെ നല്ല ശിക്ഷ തന്നെ കിട്ടിയാനും എന്നൊക്കെയൊരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിലുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.